നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. 2025 അവസാനിക്കാൻ പോകുന്നു. ഈ വർഷം നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ടാകും. അതുപോലെ പല കാര്യങ്ങളും അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടാകും. പുതിയ വർഷത്തേക്കുള്ള തീരുമാനങ്ങളും പദ്ധതികളും ഇപ്പോഴേ ആളുകൾ നടത്തിയിട്ടുണ്ടാകും. ആഗ്രഹങ്ങളുടെ പട്ടികയിൽ പലരും ഉൾപ്പെടുത്തിയ ഒന്നാകും സ്വന്തമായ ഒരു കാർ. സ്വന്തമായ ഒരു കാർ വാങ്ങുക എന്നത് പലരുടെയും ആവശ്യങ്ങളിൽ ഒന്നുകൂടിയായി മാറിക്കഴിഞ്ഞു. പലരും പണമില്ലാത്തതിന്റെ പേരിൽ ഇത് മാറ്റിവെച്ചിട്ടുണ്ടാകാം. നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പകൾ ലഭിക്കുന്നതിനാൽ കാർ എന്ന സ്വപ്നം ഇന്ന് വിദൂരമല്ല. ഇതിൽ തന്നെ EV കാറുകൾക്ക് ഇന്ന് ഡിമാൻഡുകൾ ഉയർന്നു വരുന്നുണ്ട്. EV കാറുകൾ വാങ്ങുന്നതിന് വിവിധ ബാങ്കുകൾ വിവിധ നിരക്കുകളാണ് ചുമത്തുന്നത്. കാർ ലോണുകൾക്ക് ഇന്ത്യയിലെ വിവിധ ബാങ്കുകൾ ഈടാക്കുന്ന പലിശ നിരക്കുകൾ അറിയാം. ആദ്യം നമുക്ക് EV കാറുകളുടെ പലിശ നിരക്കുകൾ അറിയാം. SBI ബാങ്ക് ഗ്രീൻ കാർ ലോൺ എന്ന സ്കീമാണ് ഇതിനായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 8.65% മുതൽ 9.35% വരെയാണ് ഇവിടെ പലിശ നിരക്ക് വരുന്നത്. ഉപഭോക്താക്കൾക്ക് 8 വർഷം വരെ കാലാവധിയും ബാങ്ക് അനുവദിച്ചിട്ടുണ്ട്. കാനറ ബാങ്ക് കാർ ലോൺ EV എന്ന സ്കീമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 9.15% മുതൽ 11.95% വരെയാണ് ഇവിടെ പലിശ നിരക്ക് വരുന്നത്. ഉപഭോക്താക്കൾക്ക് പരമാവധി കാലാവധി 5 വർഷം വരെയാണ് ബാങ്ക് അനുവദിച്ചിരിക്കുന്നത്. HDFC ബാങ്ക് EV കാർ ലോൺ എന്ന സ്കീമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പലിശ നിരക്ക് 8.75% വരുന്നത്. പരമാവധി കാലാവധി 8 വർഷമാണ്. കർണാടക ബാങ്ക് EV കാർ വായ്പ എന്ന സ്കീമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പലിശ നിരക്ക് ഏറ്റവും കുറഞ്ഞത് 9.25% മുതൽ 11.68% വരെയാണ്. പരമാവധി കാലാവധി 7 വർഷമാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് PNB ഗ്രീൻ കാർ എന്ന സ്കീമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് 8.75% മുതൽ 9.55% വരെയാണ്. പരമാവധി കാലാവധി 10 വർഷം വരെയാണ്. EV അല്ലാത്ത കാറുകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കുകൾ എത്രയാണെന്നറിയാം. പുതിയ കാർ വാങ്ങുന്നതിനുള്ള വായ്പയുടെ പലിശയാണ് ഈ പറയുന്നത്. SBI ബാങ്ക് SBI ന്യൂ കാർ ലോൺ സ്കീം എന്ന പേരിലാണ് കാർ ലോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. പലിശ നിരക്ക് വരുന്നത് 8.8% മുതൽ 9.70% വരെയാണ്. പരമാവധി കാലാവധി 7 വർഷം വരെയാണ്. SBI ബാങ്ക് ലോയൽറ്റി കാർ ലോൺ സ്കീം എന്ന പേരിൽ മറ്റൊരെണ്ണം കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. പലിശ നിരക്ക് വരുന്നത് 8.75% മുതൽ 9.65% വരെയാണ്. പരമാവധി കാലാവധി 7 വർഷം വരെയാണ്. SBI ബാങ്കിന്റെ മറ്റൊരു സ്കീമാണ് അഷ്വേർഡ് ലോൺ സ്കീം. ഇതിന്റെ പലിശ നിരക്ക് വരുന്നത് 8.80% മുതൽ 9.70% വരെയാണ്. പരമാവധി കാലാവധി 7 വർഷമാണ്. ആക്സിസ് ബാങ്ക് ന്യൂ കാർ ലോൺ എന്ന പേരിലാണ് സ്കീം അവതരിപ്പിച്ചിരിക്കുന്നത്. പലിശ നിരക്ക് വരുന്നത് 9.10% മുതൽ 13.80% വരെയാണ്. പരമാവധി കാലാവധി 7 വർഷം വരെയാണ്. ബാങ്ക് ഓഫ് ബറോഡ ഡിജിറ്റൽ കാർ ലോൺ എന്ന പേരിലാണ് സ്കീം അവതരിപ്പിച്ചിരിക്കുന്നത്. പലിശ നിരക്ക് വരുന്നത് 8.7% മുതൽ 9.55% വരെയാണ്. പരമാവധി കാലാവധി 7 വർഷം വരെയാണ്. ബാങ്ക് ഓഫ് ബറോഡ അവതരിപ്പിച്ച മറ്റൊരു കാർ ലോൺ സ്കീമാണ് ബറോഡോ കാർ ലോൺ. ഇതിന്റെ പലിശ നിരക്ക് വരുന്നത് 8.7% മുതൽ 9.55% വരെയാണ്. പരമാവധി 7 വർഷം വരെയാണ് കാലാവധി വരുന്നത്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.